ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. നമ്മൾ തമിഴിൽ പറഞ്ഞ പോലെ തന്നെ ആരും ഇത് അനുകരിക്കാൻ പാടില്ല, ആരും ഇത് കണ്ടുപിടിക്കാനും പാടില്ല കേട്ടോ. ഇപ്പോൾ ആക്ച്വലി സമയം 1:21 അപ്പോൾ നമ്മൾ എണീറ്റ് വന്നത് 1 മണിക്കാണ് ഗൈസ്. നമ്മൾ രാവിലെ കാപ്പി കുടിക്കുകയാണ്. ഞാൻ ഉണ്ടാക്കി കൊടുത്ത പുട്ട് ഇവിടെ നിന്ന് എന്നെ കെട്ടിയോണ്ടാണ് ഗൈസ്. കഷ്ടപ്പെട്ട് എൻ്റെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എങ്ങനെയുണ്ട് കണ്ണാ? നോട്ടത്തിൽ നിന്നൊന്നും തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഗൈസ്. ഞാൻ റവപ്പുട്ടാണ് രാവിലെ ഉണ്ടാക്കിയത്. രാവിലെ എന്ന് പറയാൻ പറ്റില്ല, ഉച്ചയ്ക്ക്. ഇനി എൻ്റെ കണ്ണ എനിക്ക് പാത്രം കഴുകി തരും അല്ലേ കണ്ണ? ഇല്ലേ? പാത്രം കഴുകി തരുമോ? പാത്രം കഴുകി തരണം നീ ഗൈസ്. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കണം. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് കാണാട്ടോ, കഴിച്ചിട്ട് വരാം. കെട്ടിയാൻ ഫുഡ് കഴിപ്പ് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ പുട്ട് കേട്ടോ ഗൈസ്. ഇത് ഭയങ്കര കട്ടിയാണ്. ഇങ്ങനെയാണോ നിങ്ങൾ പുട്ടുണ്ടാക്കുമ്പോൾ? ഞാൻ ആദ്യമായിട്ടാണ് പുട്ടുണ്ടാക്കുന്നത് ഗൈസ്. മീൻസ് റവ പുട്ടുണ്ടാക്കുന്നത് ഭയങ്കര കട്ടിയാണ് കേട്ടോ. ആളത്രയും കഴിച്ചു. ഇഷ്ടപ്പെട്ടോ? ഇനി ഉണ്ടാക്കി തരണോ? വേണ്ടേ? വൈ ഇഷ്ടപ്പെട്ടില്ലേ? മമ്മി എൻ്റെ അത്രയും വരുമോ? മമ്മി എൻ്റെ അത്രയും വരുമോന്ന്? അപ്പം കഴിഞ്ഞു ഓൾമോസ്റ്റ്. ഇനി ഞങ്ങൾ ചായ കുടിക്കും, എന്നിട്ട് ഞങ്ങളുടെ പണിയൊക്കെ വീതം വെക്കും. അപ്പം സാറ്റർഡേ ആണ് ഞങ്ങൾ അപ്പോൾ സാറ്റർഡേ ആണ് ഞങ്ങളുടെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്ത ഗൈസ് അല്ലേ? നമ്മൾ സാറ്റർഡേ നമ്മൾ പണിയൊക്കെ ചെയ്യും. എന്നിട്ട് നമ്മൾ സൺഡേ നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകും. അങ്ങനെയൊക്കെയാണ് ഗൈസ്. പിന്നെ ഈ ചെറുക്കന് അതെ ആകെ പാത്രം കഴുകുന്നതിനാ ഗൈസ് ഇങ്ങനെ പറയണേ. കണ്ണൻ അടുക്കള വൃത്തിയാക്കണം. ഓക്കെ, കണ്ണൻ അടുക്കള വൃത്തിയാക്കുന്ന കണ്ണന് നിങ്ങൾ വിചാരിക്കില്ല കേട്ടോ, ഞങ്ങൾ ഒട്ടും വൃത്തിയൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. ഇനിയാണ് തുണി കഴുകുന്നതും ബാത്റൂം വൃത്തിയാക്കാൻ പോകുന്നതും ഞാൻ. ഓക്കെ, അടുക്കളയിലോട്ട് പാത്രം കഴിഞ്ഞിട്ട് വേസ്റ്റ് എല്ലാം എടുത്ത് വെച്ചിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ സെറ്റാക്കി തരണേ. അപ്പോഴത്തേക്ക് ഞാൻ തുണിയും കഴുകി ബാത്റൂമും കഴുകിയിട്ട് വരും. ഓക്കെ ഓക്കെ. അപ്പം ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പം ഞാൻ പോയി തുണി കഴുകിയിട്ട് വരാമേ. എന്നാടാ വേറൊന്നും ചെയ്തു തരണ്ട, പാത്രം കഴുകിയാൽ മതി. ഓക്കെ ഗൈസ്. അപ്പം ഞാൻ തുണി കഴുകാൻ വേണ്ടി പോവാണ്. നമുക്ക് ഇത്രേ ഒരു പെട്ടി തുണിയുണ്ട് ഗൈസ്. കാരണം ഞാൻ ഈ ആഴ്ച ഞാനൊന്നും ചെയ്തില്ല. ഈ ചെറുക്കന് പനിയായിരുന്നു ഗൈസ്, അപ്പം ഞാനൊന്നും ചെയ്തില്ല. അതുകൊണ്ട് ഇനി ഇത്രയും തുണി അലക്കാനൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇത് അലക്കിയിട്ട് വരാം കേട്ടോ. ഇതാ പാത്രം കഴുകിയിട്ട് എൻ്റെ കണ്ണൻ കണ്ടക്കുവാണ് ഗൈസ്. അപ്പം നമ്മൾ നോക്കട്ടെ, പാത്രമൊക്കെ കഴുകിയിട്ടുണ്ടെന്ന് ആളെന്നോട് പറഞ്ഞേ. ഞാൻ തുണി കഴുകിയിട്ട് വന്ന ആൾ ദാണ്ട പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ഇവിടെ ഫുള്ള് എനിക്ക് വൃത്തിയാക്കണം. അതിന് നമ്മൾ ഇപ്പോൾ സമയം 4 മണി എങ്ങാണ്ടായിട്ടുള്ളൂ. അപ്പം ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഉച്ചയ്ക്ക് ഞങ്ങളൊന്നും കഴിച്ചില്ല. രാവിലത്തേതാണ് ഞങ്ങൾ പുട്ട് കഴിച്ചത് ഗൈസ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തി ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് പണിയും കൂടെ ഉണ്ട്. ഇപ്പം ഞാൻ തുടയ്ക്കുമ്പോൾ ആളെനിക്ക് തൂത്ത് വൃത്തിയാക്കി തരും കേട്ടോ. ആളെനിക്കെല്ലാം ഞങ്ങളങ്ങനെയാണ്. എല്ലാ പണികളും ഞാൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആളും എന്നെ ഹെൽപ്പ് ചെയ്യും. അവനെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണ് കേട്ടോ. നമ്മൾ രണ്ടുപേരും കൂടെ ഈക്വലായിട്ടാണ് കേട്ടോ ചെയ്യണേ. കാരണം നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് അങ്ങനെ പറ്റുള്ളൂ. ഒരാൾ തന്നെ ചെയ്താൽ ഒരിക്കലും ഒരു പണിയും നടക്കില്ല. ആൾക്ക് പനിയായിരുന്നു 2-3 ദിവസമായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പണി വന്നത്. അല്ലെങ്കിൽ നമുക്ക് അത്രയും വരത്തില്ല കേട്ടോ. ഞങ്ങൾ ഉറക്കത്തിൻ്റെ കാര്യം പിന്നെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഞങ്ങളെപ്പോഴും
എപ്പോഴും ഒരു സാറ്റർഡേ സൺഡേ ഒക്കെ ആകുമ്പം 2 മണി 1 മണിയൊക്കെ ആവും ഞങ്ങൾ എണീക്കുമ്പം. അപ്പോൾ എന്തായാലും ഞാനൊരു പെട്ടെന്ന് അപ്പോൾ ഇതേണ്ട പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി കേട്ടോ. ഇത് എൻ്റെ ഒരു ഞൊടുക്ക് പണിയാണ്. കാരണം കറി ഉണ്ടാക്കണ്ട, ചപ്പാത്തി ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഒന്ന് വറുത്തതിന് ശേഷം മീൻസ് ആ വേവിച്ചതിന് ശേഷം അതിൻ്റെ മണ്ടയിലേക്ക് നമ്മൾ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഇത്രയും ഉറങ്ങി എൻ്റെ കണ്ണന് ക്ഷീണം മാറിയില്ല. ആൾക്ക് പിന്നെ ഉറക്കം വരുവാ, ക്ഷീണമാണെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, ഇനി ഉറങ്ങല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ സമാധാനപ്പെടുത്തുവാണ് കേട്ടോ. കണ്ണനെ ഭയങ്കര ഇതാണ്ട് എൻ്റെ മേത്തോട്ട് ചാരി ഇരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കണ്ണൻ ഉറക്കമെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാട്ടോ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ എല്ലാ സാധനവും ഇങ്ങനെ വലിച്ചു വാരിയിട്ടു. ഞങ്ങൾ ഈ മന്ത്ലി ഞങ്ങളിങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. എല്ലാ സംഭവം വലിച്ചു വാരി ഇട്ടിട്ട് വേണ്ടാത്തൊക്കെ എടുത്ത് കളയും. ഞാനാണെങ്കിൽ ഒരു സാധനം കളയത്തില്ലാത്ത ആളാണ്. അപ്പോൾ കണ്ണൻ അത് ഇഷ്ടമല്ല. കണ്ണന് സ്ഥലം വേണം, നല്ല വൃത്തിയാക്കി വെക്കണം. അപ്പോൾ അതുകൊണ്ട് കണ്ണൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ മാസത്തിൽ തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം ഞാനൊന്നും കളയാത്തത് കൊണ്ട്. അപ്പോൾ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ രണ്ടുപേരും കൂടെ എല്ലാം എടുത്ത് വെച്ചു. ഞാൻ വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ കഴുകിയിട്ടപ്പോഴത്തേക്ക് ആളെനിക്ക് റൂമൊക്കെ ഒന്ന് തൂത്തൊക്കെ തന്നു കേട്ടോ. വാഷ്റൂമും ഒന്ന് കുറച്ച് കഴുകി തന്നു. അങ്ങനെ ആൾ കഴിയുമ്പോൾ ഞാനും കൂടെ ഒന്ന് പുറകെ നടന്ന് നമ്മളൊന്ന് ചെയ്യണം കേട്ടോ. അങ്ങനെ ആണേലേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ കഴുകി അതൊക്കെ സെറ്റാക്കുവാണ് കേട്ടോ. അപ്പോൾ ആളെനിക്ക് വീഡിയോയും എടുത്തു തരുന്നുണ്ട്. അതിൻ്റെ പുറകെ നടന്ന് ഞാൻ ചെയ്യുന്നതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തും തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പണിയോട് പണിയായിരുന്നു. ഭയങ്കരമായിട്ട് വയ്യാണ്ടായി കേട്ടോ. ഞങ്ങൾ ശരിക്കും ഞായറാഴ്ചയും പിന്നെ സൺഡേ സാറ്റർഡേയും കൂടിയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ സാറ്റർഡേ തന്നെ എല്ലാ പണിയും ചെയ്തു കേട്ടോ. അപ്പോൾ നാളെ ഇതൊരു സാറ്റർഡേ ആണ് കേട്ടോ. അപ്പോൾ നാളെ റെസ്റ്റ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യണേ. ഇത് നമ്മൾ വേസ്റ്റൊക്കെ എടുത്ത് നമ്മൾ കൊണ്ട് കളയാൻ പോവാണ്. അങ്ങനെ ഇപ്പോൾ നമുക്ക് വേസ്റ്റൊക്കെ താഴെ കൊണ്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റും ഫുഡ് വേസ്റ്റും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കളയണേ. അപ്പോൾ അതിന് ശേഷം ഞാൻ അടുക്കളയൊക്കെ ഒന്ന് തൂക്കുവാണ്. അപ്പോൾ എനിക്ക് ഹോളൊക്കെ ഒന്ന് തൂത്ത് സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് അപ്പോഴത്തേക്ക് നമ്മുടെ തുണിയൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും ആളെടുത്തിട്ട് എനിക്ക് മടക്കി തന്നായിരുന്നു. അപ്പം അങ്ങനെ ഭയങ്കരമായിട്ട് മടുത്തു കേട്ടോ. 1 മണിക്ക് എണീറ്റ് കഴിഞ്ഞപ്പോൾ നമുക്കറിയാമല്ലോ, ഒത്തിരി സമയമൊന്നും നമുക്ക് കിട്ടത്തില്ല, ഇച്ചിരി സമയമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്താണ് ഇതെല്ലാം ചെയ്യണത്. അപ്പോൾ ഫ്രിഡ്ജെല്ലാം വൃത്തിയാക്കി, അകത്തിരിക്കുന്ന പാത്രങ്ങളെല്ലാം എടുത്ത് കഴുകി. പിന്നെ വാഷ്റൂം എനിക്ക് ജസ്റ്റ് ഒന്ന് കഴുകി തന്നായിരുന്നു കേട്ടോ. അപ്പം എന്നാലും എനിക്കൊരു സമാധാനത്തിന് വേണ്ടി ഞാൻ പിന്നെയും പുറകെ പോയി ഒന്നും കൂടെ കഴുകുകയാണ് കേട്ടോ. ഒന്നും കൂടെ ഞാനൊന്ന് ജസ്റ്റ് കഴുകുവാണ്. അപ്പോൾ കഴുകിയിടുന്നുണ്ട്. അപ്പോൾ ചോദിക്കും ഞാൻ കഴുകി സെറ്റായില്ലേന്ന്. പക്ഷെ എന്നാലും എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ വീണ്ടും പുറകെ നടന്ന് കഴുകുന്നത്. അപ്പോഴത്തേക്ക് തുണിയൊക്കെ മടക്കുവാണേ. ഇന്ന് കഴുകിയിട്ട തുണികളൊക്കെ ഉണങ്ങിയായിരുന്നു. അപ്പോൾ അതെല്ലാം പോയി എടുത്തുകൊണ്ട് വന്നിട്ട് എനിക്ക് മടക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലതായിട്ട് തുണി മടക്കും. ഞാനത് എത്ര മടക്കിയാലും വൃത്തിയാവത്തുമില്ല. എനിക്കതങ്ങനെ വെക്കാനും അറിയത്തില്ല കേട്ടോ. അവന് അടിപൊളിയായിട്ട് തുണി മടക്കി നല്ല വൃത്തിയായിട്ട് ചെയ്യും. ഞാനാണെങ്കിൽ ഒരു 100 കാര്യം ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്യും. പക്ഷെ അവനാണെങ്കിൽ ഒരു കാര്യം ഒരു 10 മിനിറ്റ് കൊണ്ട് അടിപൊളിയായിട്ട് ചെയ്യും കേട്ടോ. അങ്ങനെ എനിക്ക് തൂത്ത് തന്നായിരുന്നു കേട്ടോ. അപ്പോൾ ആ തൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനെന്നാൽ തുടയ്ക്കാമെന്ന് വിചാരിച്ച് അവനാണേ തൂത്ത് തന്നത്. അപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ തുടയ്ക്കുവാണ് ഗൈസ്. എല്ലാം തുടച്ച് ഇവിടെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വൃത്തിക്ക് തൂത്ത് കഴിഞ്ഞാൽ തന്നെ നല്ല വൃത്തിയാവും വീട്. നമ്മൾ ഈ വീട്ടിൽ ആരും താമസിച്ചിട്ടില്ല കേട്ടോ, പുതിയ വീടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൃത്തിയാക്കിയിട്ടാൽ നല്ല വൃത്തിക്ക് കിടന്നോളൂ കേട്ടോ. പിന്നെ പണിയെല്ലാം കഴിഞ്ഞിട്ട് സമാധാനത്തിൽ ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരുന്നുമ്പോൾ ആളെനിക്ക് എണ്ണ വെച്ച് തരും കേട്ടോ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീക്ക്ലി ഒന്ന് ഇങ്ങനെയാണ് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കും. നല്ല സുഖമാണ് കേട്ടോ. അത് കുറേ സമയം അവനിങ്ങനെ തരും. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ചെയ്ത് തരും കേട്ടോ. എനിക്ക് പിന്നെ ഒരു അരമണിക്കൂർ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ആൾ പറയും അത് മുടിക്ക് കൊള്ളൂല എന്ന് പറഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് ഇങ്ങനെ ചെയ്ത് തരും എപ്പോഴും.
ചിലപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഒത്തിരി വർക്കൊക്കെ ഉണ്ടെങ്കിൽ അന്നും എനിക്കിങ്ങനെ ചെയ്തു തരാറുണ്ട് കേട്ടോ. അപ്പം തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ എനിക്കത് മാറും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുറേ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോൾ എനിക്ക് എൻ്റെ മുടിക്ക് ഭയങ്കര ചൂടുണ്ടല്ലോ, ആ സംഭവം അങ്ങ് മാറിക്കിട്ടും. ഇത് എനിക്ക് മമ്മി കാച്ചി തന്ന എണ്ണയാണ് ഗൈസ്. അപ്പോൾ ആ എണ്ണയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം. പിന്നെ അതിന് ശേഷം നമ്മുടെ കണ്ണിന് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കും ഞങ്ങൾ. അങ്ങനെ അവൻ പറഞ്ഞു അവന് വേണ്ട, മസാജ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. എന്താണെന്ന് അറിയത്തില്ല, കുളിക്കാൻ മടിയായിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ കുളിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഫുഡ് കഴിക്കാൻ വെളിയിലേക്ക് വന്നു കേട്ടോ. പിന്നെ എനിക്കൊന്നും ഉണ്ടാക്കാൻ വയ്യായിരുന്നു. അപ്പോൾ അതേ അപ്പം തന്നെ കുളിച്ചു. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ടോൾ തട്ടുകടയാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് അവിടെ വന്നതാണ്. ഫുൾ ബിരിയാണിയൊക്കെ കഴിച്ചു. ഞാൻ നോർമലി ഹാഫാണ് കഴിക്കാറുള്ളത്, പക്ഷേ അന്ന് ഞാൻ ഫുൾ ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത്. ഫുള്ളും കഴിച്ചിട്ട് ഞാൻ പിന്നെ ഒരു പൊറോട്ടയും കൂടെ വാങ്ങിച്ച് കഴിച്ചു. അത്രയ്ക്ക് വിശപ്പായിപ്പോയി, കാരണം പണിയുടെ ആണെന്ന് തോന്നുന്നു. നോർമലി ഇപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ എല്ലാ മാസവും ഇങ്ങനെ ചെയ്യാറുണ്ട്. അന്നൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. തിരിച്ച് വീട്ടിൽ വന്നു. ഇതാണ് നമ്മളിന്ന് ക്ലീൻ ചെയ്തിട്ടുള്ള സ്ഥലം. നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഇതാണ് നമ്മുടെ അടുക്കള, നമ്മുടെ ഹോള്, നമ്മുടെ റൂം എല്ലാം നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ക്ലീനായിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഒരു സുഖമുണ്ട്. എന്നിട്ട് കുളിയും കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഒരു അടിപൊളി ഫീലാണ് കേട്ടോ. അങ്ങനെ വേണ്ട ഇന്നത്തെ പണിയൊക്കെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ വന്നു, ഡ്രസ് മാറി ഞങ്ങൾ ഉറങ്ങാൻ പോകണം ഗൈസ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ.